ജൂൺ 18 വ്യാഴാഴ്ച. മത്തായി 6:7-15 വരെ വാക്യങ്ങൾ. ഡാഗ് ഹാമർസ്ജോൾഡ് ഐക്യരാഷ്ട്രസഭയുടെ രണ്ടാമത്തെ സെക്രട്ടറി ജനറലായിരുന്നു. 1953 മുതൽ 61 ഒരു വിമാന അപകടത്തിൽ ദാരുണമായി മരിക്കുന്നതുവരെ അദ്ദേഹം ആ സ്ഥാനത്ത് അനുഷ്ഠിച്ചു. അന്താരാഷ്ട്ര സമാധാന പരിപാലനത്തിൻ്റെ ആധുനിക ഘടനയെ രൂപപ്പെടുത്തുകയും ആഴത്തിലുള്ള ആത്മീയവും ആന്തരിക ജീവിതവും നയിച്ചൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജേർണൽ മാർക്കിങ്സ് അദ്ദേഹത്തെ പ്രാർത്ഥനാനിരതനായ ഒരു വ്യക്തിയാണെന്ന് വെളിപ്പെടുത്തുന്നു. പ്രഖ്യാപിതമായ ഒരു മതം അദ്ദേഹത്തിന് ഇല്ലായിരുന്നെങ്കിലും അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെട്ടു. യേശുവിനോട് അഗാധമായ ആരാധന ഉണ്ടായിരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ ഒരു ധ്യാനമുറി നിർമ്മിക്കുന്നതിന് അദ്ദേഹം ഉത്തരവാദിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജേർണലിൽ കർത്തൃപ്രാർത്ഥനയെക്കുറിച്ചുള്ള നിരവധി പരാമർശങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഏറ്റവും വികാരഭരിതമായ ഒന്ന് ഇങ്ങനെയാണ്: എൻ്റെ നാമമല്ല, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടട്ടെ. എൻ്റെ രാജ്യമല്ല, അങ്ങയുടെ രാജ്യം വരട്ടെ. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഇന്നത്തെ സുവിശേഷത്തിൽ പ്രാർത്ഥന എന്നത് ശൂന്യവും ആവർത്തിച്ചുള്ളതുമായ സൂത്രവാക്യങ്ങൾ ഉരുവിടുന്നതിനേക്കാൾ ദൈവവുമായി വിശ്വാസപരമായ ബന്ധം വളർത്തിയെടുക്കുന്നതിനെക്കുറിച്ചാണെന്ന് യേശു പഠിപ്പിക്കുന്നു. ശിഷ്യന്മാർക്ക് കർത്താവിൻ്റെ പ്രാർത്ഥന നൽകിക്കൊണ്ട് അവൻ ഒരു പൂർണ്ണ മാതൃക നൽകുന്നു. ആദ്യം ദൈവത്തിൻ്റെ വിശുദ്ധി അംഗീകരിക്കുകയും പിന്നീട് നമ്മുടെ എളിയ മനുഷ്യ ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് ക്ഷമയുടെ ദൈനംദിന ആവശ്യകത എന്നിവ കൊണ്ടുവരികയും ചെയ്യുന്നു. ചില വിഷയങ്ങൾ ഇന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്ന്, ദൈവം നമ്മുടെ ആവശ്യങ്ങൾ ഇതിനകം അറിയുന്നു. വിജാതിയർ ചെയ്തതുപോലെ ശൂന്യമായ വാക്യങ്ങൾ കൂട്ടുന്നതിനെതിരെ യേശു മുന്നറിയിപ്പ് നൽകുന്നു. അവർ പല വാക്കുകൾ ഉപയോഗിച്ച് അവരുടെ ദേവന്മാരെയും ദേവതകളെയും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നു. എന്നാൽ ദൈവം നമ്മുടെ സ്നേഹനിധിയായ പിതാവാണ്. നിർബന്ധിക്കപ്പെടേണ്ട ഒരു വിദൂര ശക്തിയല്ല. ദൈവത്തിന് അറിയാത്ത കാര്യങ്ങൾ അറിയിക്കാനല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് നമ്മുടെ ഹൃദയങ്ങളെ അവൻ്റെ ഇഷ്ടവുമായി യോജിപ്പിക്കാനാണ് പ്രാർത്ഥിക്കേണ്ടത്. 2, ലംബമായ ഫോക്കസ്. കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ആദ്യ പകുതി നമ്മുടെ ശ്രദ്ധയെ സ്വാർത്ഥതയിൽ നിന്ന് മാറ്റുന്നു. ദൈവനാമം വിശുദ്ധീകരിക്കപ്പെടാനും അവൻ്റെ രാജ്യവും ഇച്ഛയും സ്ഥാപിക്കപ്പെടാനും നാം പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ പരമാധികാരം വാഴാൻ ദൈവത്തോട് ആവശ്യപ്പെടുന്ന ദൈനംദിന കീഴടങ്ങലാണത്. 3, മനുഷ്യരിലുള്ള ആശ്രയത്വം. രണ്ടാം പകുതി നമ്മുടെ മനുഷ്യ ബലഹീനതയെ അഭിസംബോധന ചെയ്യുന്നു. അന്നന്നത്തെ അപ്പം, നമ്മുടെ കടങ്ങളുടെ മോചനം, പ്രലോഭനത്തിൽ നിന്നും തിന്മയിൽ നിന്നും സംരക്ഷണം എന്നിവയ്ക്കായി നാം അപേക്ഷിക്കുന്നു. അത് നമ്മുടെ ആത്മീയതയെ ദൈനംദിന യാഥാർത്ഥ്യങ്ങളിലും ദൈവിക കൃപയിലുള്ള ആശ്രയത്തിലും അടിസ്ഥാനപ്പെടുത്തുന്നു. 4, ക്ഷമയുടെ സമൂലമായ അവസ്ഥ. യേശു വളരെ വ്യക്തമായ ഓർമ്മപ്പെടുത്തലോടെയാണ് ഈ പ്രാർത്ഥന ഉപസംഹരിക്കുന്നത്.
ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കുന്നത് മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള നമ്മുടെ സന്നദ്ധതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ഷമയില്ലായ്മ ഒരു ആത്മീയ ഉപരോധമായി പ്രവർത്തിക്കുന്നു. അതേസമയം കൃപ വ്യാപിപ്പിക്കുന്നതിന് പിതാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നിരുപാധിക സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായ ധ്യാനത്തിനുള്ള ഒരു പ്രേരണ ഇന്ന് നിങ്ങൾ കർത്താവിൻ്റെ പ്രാർത്ഥിക്കുമ്പോൾ ഇതിലേറ്റവും വെല്ലുവിളി നിറഞ്ഞതായി തോന്നുന്ന അപേക്ഷ ഏതായിരിക്കും? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.